ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശരിയാണ്, ഇത് മടങ്ങിപ്പോക്കിൻ്റെ കാലമാണ്. ആരൊക്കെയോ കാത്തിരിക്കുന്നുണ്ടെന്നേ. സ്വർഗം കാത്തിരിക്കുന്നുണ്ട്, ഒരുപാട് സ്നേഹത്തോടെ കരം നീട്ടിയ ഒരു ദൈവം കാത്തിരിക്കുന്നുണ്ട്, മാതാപിതാക്കൾ കാത്തിരിക്കുന്നുണ്ട്, മക്കൾ കാത്തിരിക്കുന്നുണ്ട്, സഹോദരങ്ങൾ കാത്തിരിക്കുന്നുണ്ട്, ഗുരുക്കന്മാർ കാത്തിരിക്കുന്നുണ്ട്, ചങ്ങാതിമാർ കാത്തിരിക്കുന്നുണ്ട്, വീട് കാത്തിരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ആയിരുന്നില്ല. അവർ കാത്തിരിക്കുന്ന ആ വലിയ പ്രതീക്ഷയിലേക്ക് മടങ്ങിപ്പോകാനായിട്ടുള്ളൊരു കാലമാണിത്. പക്ഷേ അതത്രയ്ക്ക് എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഇത് കഠിനമായ പരിശ്രമത്തിൻ്റെ നാളുകളാണെന്നൊന്ന് അറിയണത് നല്ലതാണ്. ഒരു ബെന്നി ബ്രദർ കാറ്റഗിസം പഠിപ്പിക്കാൻ പോയ സ്ഥലത്തെ ഓർമ്മ പങ്കുവയ്ക്കുന്നുണ്ട്. അവിടെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടിപ്പിടിച്ച് ഒരു ബൈബിൾ കലോത്സവത്തിന് വേണ്ടിയിട്ടൊരു നാടകം സംഘടിപ്പിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും റെഡിയാണ്, ഒരാൾ ഒഴിച്ച്. ക്രിസ്തുവാകാനായിട്ടൊരാളെ കിട്ടിയിട്ടില്ല. അവസാനം പുറത്തൂടെ നടന്നു പോകുന്ന, അലക്ഷ്യമായി നടന്നു പോകുന്ന അമലെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കുന്നു. അവനെ കൊണ്ടുവരുമ്പോൾ ഒറ്റ കാര്യം ബ്രദറിന്റെ മുൻപിലുള്ളൂ. ഒറ്റ നോട്ടത്തിൽ അമലിനെ നോക്കുമ്പോൾ ഈശോയെ പോലെ ഉണ്ട്, ക്രിസ്തുവിനെ കണക്ക് തോന്നിക്കുന്ന ഒരാൾ. അമലിന് ഈശോയുടെ ചായ ഉണ്ടായിരുന്നു. പക്ഷേ നാട്ടുകാർ, പ്രത്യേകിച്ച് ഇടവകക്കാർ മുഴുവൻ എതിർപ്പാണ്. കാരണം പള്ളിയിൽ വരില്ല അവൻ, അപ്പനോടും അമ്മയോടും ബഹുമാനമില്ല, മോശമായിട്ട് പെരുമാറും, നാട്ടിലും വീട്ടിലൊക്കെ ശല്യമാണ്, കൂതാശകളില്ല. അങ്ങനെ നടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഇതിലേക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ അവരുടെ വാക്കുകളൊക്കെ മറികടന്നുകൊണ്ട് അമലിനെ ബ്രദറെ തിരഞ്ഞെടുക്കുന്നുണ്ട്. കാരണം ക്രിസ്തുവിനെ കണക്കുള്ളൊരു ചായ ഉണ്ടായിരുന്നു അമലിന്. റിഹേഴ്സലൊക്കെ കഴിഞ്ഞു, അവർ പോകുന്നുണ്ട്. കലോത്സവത്തിന് അവർ പങ്കെടുക്കുന്നു, പറ്റാവുന്നത്ര നന്നായിട്ട് അവതരിപ്പിക്കുന്നു. പക്ഷേ സമ്മാനമൊന്നും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഏറ്റവും അവസാനത്തെ ടീമായിട്ട് അവരെ ഫിനിഷ് ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് മോശം അഭിപ്രായം. എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം പള്ളിമുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാരപ്പെട്ട മനസ്സുമായി ബെന്നി ബ്രദർ നടക്കുമ്പോൾ ആലോചിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇത്രയും മോശപ്പെട്ട ഒരവസ്ഥയിലെത്താൻ കാര്യം? അവരെയൊക്കെ ധിക്കരിച്ചത് കൊണ്ടാണോ? മുതിർന്നവരുടെ വാക്ക് കേൾക്കാതെ അമലിനെ തിരഞ്ഞെടുത്തത് കൊണ്ടാണോ എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ വരുന്നുണ്ട്. അമല് ചോദിക്കുന്നുണ്ട് കണ്ണ് നിറഞ്ഞ്, ബ്രദറെ എന്തുകൊണ്ടാണ് നമുക്ക് സമ്മാനം കിട്ടാതെ പോയെ? എനിക്ക് ആ റോള് ചെയ്യാനായിട്ട് ഒരു ഡയലോഗ് പോലും പറയേണ്ട ആവശ്യം ഉണ്ടായില്ല. ആകെ ചെയ്യാനുണ്ടായിരുന്നത് ഒരു കുരിശെടുത്ത് തോളിൽ വെക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഈ ഒരു 2 റോളിന് വേണ്ടി ഞാൻ എൻ്റെ ദുശീലങ്ങളെല്ലാം ഉപേക്ഷിച്ചു. അപ്പയോടും അമ്മയോടും പോയി മാപ്പ് ചോദിച്ചു, അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥന ചൊല്ലി, അവരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു, പള്ളിയിൽ വന്ന് കുമ്പസാരിച്ചു, എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിച്ചു. എന്നിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് സമ്മാനം കിട്ടാതെ പോയത്? ഇപ്പോൾ കണ്ണ് നിറയണത് ബ്രദറിൻ്റെയാണ്. അത് സങ്കടം കൊണ്ടല്ല, സന്തോഷം കൊണ്ടാണ്. ഇതിലും വലിയൊരു സമ്മാനം എന്താ കിട്ടാനുള്ളതെന്നേ. ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ദൈവത്തിൻ്റെ മടിയിലേക്ക് മടങ്ങിപ്പോയിരിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ സ്വർഗത്തിൻ്റെ സന്തോഷങ്ങളിലേക്ക് തിരികെ മടങ്ങാണ്. അമലിനും അവൻ്റെ വീട്ടുകാർക്കും ആ ഇടവകയ്ക്കും ഇതിലും വലിയൊരു സമ്മാനം എന്താ കിട്ടാനായിട്ടുള്ളത്? നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ, നമ്മളൊന്ന് പരിശ്രമിക്കുമ്പോൾ നമ്മളെ കാത്തൊരു ദൈവം ഇങ്ങനെ കരം വിരിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സുവിശേഷം. പ്രഭാഷകന്റെ പുസ്തകം 17:24 പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകുന്നു, ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം തരുന്നു. ഒന്ന് പരിശ്രമിച്ചു തുടങ്ങണ്ടേ നമുക്ക്?